രുചി വൈവിധ്യങ്ങളുടെയും വിശ്വാസത്തിന്റെയും ആസ്ഥാനമാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ. രുചികൾക്കപ്പുറത്തേക്ക് ഇവിടെയുള്ളവർക്കെല്ലാം കൃത്യമായ രാഷ്ട്രീയവും സംസാരിക്കാനുണ്ട്. കുറ്റിച്ചിറ നിവാസികൾ കേരള വിഷൻ ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. കോഴിക്കോട് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ കേരള വിഷൻ ന്യൂസ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പൈതൃകം പേറുന്ന കുറ്റിച്ചിറയിലാണ്. കുറ്റിച്ചിറ നിവാസികളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ഈ കുറ്റിച്ചിറ എന്ന് പറയുന്നത് കുറേ അധികം പൈതൃക സമ്പത്തുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട്? രാഷ്ട്രീയമായിട്ട് ഇവിടെ ചെയ്യുള്ളൂ. കേരളത്തിൽ തന്നെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു തല്ലോ ഒരു കൊലപാതകമോ ഒരു അസ്വസ്ഥ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും ഒന്നുകിൽ ബന്ധക്കാരല്ലെങ്കിൽ അറിയുന്നവരായിരിക്കും. ആ ഇലക്ഷൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ദൂരം ഒരു കശപിശ ഉണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ രാഷ്ട്രീയം ഒരു 75% ആൾക്കാർക്ക് സജീവ രാഷ്ട്രീയം ഉണ്ടാവും. പാർട്ടിൻ്റെ പാർട്ടി എന്താണോ ആഹ്വാനം ചെയ്യുന്നത് അതിന് വോട്ട് ചെയ്യും. അതെ, UDF ആരാവിടെ നിർത്തുന്നത്? കോൺഗ്രസിൻ്റെ ആണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ മറ്റേതാണെങ്കിലൊക്കെ UDF നോക്കിയിട്ടേ ചെയ്യും. നിലവിലുള്ളതിൽ വളരെ മോശം ഭരണമാണ് ഇപ്പം കാഴ്ചവെച്ചത്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഓല് തന്നെ ജയിക്കുമെന്നുള്ള അഭിപ്രായം നമ്മൾ. കാരണം എന്നാലേ ഒന്നും കൂടി പഠിക്കുകയുള്ളൂ. കാഴ്ചപ്പാട് മതേതര മുന്നണി ശക്തിപ്പെടുത്തണം. അതിന് ശക്തി ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ വരണം. ഈ UDFൻ്റെ ഈ ഇരട്ടക്കാല് കളിയൊന്നും വർഗീയതയെ തടക്കാനൊന്നും കഴിയില്ല എന്നുള്ള തെളിവുകൾ നമ്മൾ മുന്നിൽ നിരവധിയുണ്ട്. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ചിഹ്നം നോക്കി വോട്ട് ചെയ്യും. അങ്ങനെയല്ല, പാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. അല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിനെ അവിടെ ജയിക്കല് നല്ല ഭൂരിപക്ഷത്തിലെ ആൾക്കാർക്ക് ഇരുമ്പ് ജയിക്കും ഇവിടെ. കാരണം MK രാഘവൻ എന്ന് പറഞ്ഞ MP ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. 3 പ്രാവശ്യം അയാൾ ജയിച്ചു പോയി. ഇവിടെ ചോദിക്കുമ്പോൾ പറയും 417 കോടിയാണ് ഇവിടെ ചിലവാക്കിയത്. പിന്നെ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു എസ്കലേറ്റർ വെച്ചിരുന്നു. എസ്കലേറ്റർ വെക്കാൻ ഒരു MP-ൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുതിയ സ്റ്റാൻഡിൽ ഒരു വാർഡ് കോർപ്പറേഷൻ കൗൺസിലറിൻ്റെ മറ്റേ പ്രയത്നമാണ് അവിടെ എസ്കലേറ്റർ വന്നത്. പുതിയ സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ എസ്കലേറ്റർ വന്നത് വാർഡ് കൗൺസിലറെ ഒരൊറ്റതാണ്. അതിന് MP വേണ്ട. മാറ്റം വരണം. അതിനിവിടെ മറ്റേ ഇന്ത്യ മുന്നണി ജയിക്കണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. മൊത്തം കേരളം ജയിക്കും. LDF തരംഗം ഉണ്ടാകും. തരംഗം തന്നെ, ഭയങ്കര തരംഗ. അവിടെ പ്രശ്നങ്ങളാണ്. അല്ല കാണുക ജൂൺ 4 ഒരു പാണ്ടിൻ്റെ മേലോട്ട് ജൂൺ 4 നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാവും. നമ്മൾ വരും. അന്നേരം ഈ വാക്കിനൊരു തെറ്റുണ്ടാവില്ല. നോക്കിയോ, UDFൻ്റെ എല്ലാ ഇതും പടക്കം പൊട്ടുമ്പോൾ അങ്ങോട്ട് പൊട്ടിപ്പോവും. അങ്ങോട്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടെല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വരിക. ഇടതുപക്ഷം ശക്തമായിട്ട് വന്നാലോ ഒരു ഫാസിസത്തെ പിടിച്ചു കെട്ടാനുള്ളതിനും ഒരു ഇതുണ്ടാവുള്ളൂ. അതിന് ഇടതുപക്ഷത്തെ തന്നെയാണ് കാരിയർ ശക്തിപ്പെടുത്തേണ്ടത്. ഇവിടുത്തെ കേരള പൊതുവെ BJPക്ക് പിന്തുണ ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. എന്നിൽ പോലും ഇന്ത്യയിൽ മൊത്തം BJP തരംഗം ഇല്ലാതാക്കണം എന്നുള്ളൊരു പ്രയത്നമാണ് കേരളത്തിൽ നടക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ തന്നെയാണ് പ്രയത്നത്തിൻ്റെ ഭാഗമാവും. തീർച്ചയായിട്ടും ജനപക്ഷം എന്തായാലും ഇതിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ കൂടാണ്. അതുപോലെ ഇന്ത്യ മുന്നണി ശക്തമായിട്ട് ഈ ഇന്ത്യയിൽ ശക്തമായിട്ട് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പറയുമ്പോൾ 100% വിജയിക്കുന്നുള്ള പ്രതീക്ഷ ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ പാർലമെൻറ്റിലല്ലേ നന്നാക്കി സംസാരിക്കുന്നത്, നല്ല വായിട്ട് നല്ല സംസാരിക്കുന്ന. ഏത് മുന്നണി വിജയിക്കുകയാണെങ്കിലും ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനം നടന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കേരളത്തിലെ പല ആൾക്കാരും പല ഭാഗങ്ങളിൽ നിന്നും കുറ്റിച്ചിറയിലേക്ക് പല വിദേശികളും വരുന്നുണ്ട്. കുറ്റിച്ചിറ നിവാസികൾക്ക് ഈ ഇടങ്ങളിലായിട്ട് നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രദേശം ഇപ്പോൾ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷിച്ചുകൊണ്ടും പിന്നെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ടും അത് പുതുതായിട്ട് പണിതുകൊണ്ടും നല്ല സപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മളുടെ ഈ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റിച്ചിറയിൽ തന്നെ കുറച്ച് കന്നി വോട്ടർമാരെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ്, കന്നി വോട്ടറാണോ? ആർക്കായിരിക്കും വോട്ട്? എന്തൊക്കെ നോക്കിയായിരിക്കും വോട്ട്? നല്ല ഭരണം കാഴ്ചവെക്കുന്നവർക്കായിരിക്കും ഞാൻ കൊടുക്കാം വോട്ട്.
കുറ്റിച്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക? എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും ഉപകാരം ചെയ്യുന്ന, അല്ല ഇതുവരെ ഉപകാരം ചെയ്തുകൊണ്ടിരുന്നത് ആരാണോ, അല്ലെങ്കിൽ നല്ല സഹായത്തോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഏതാണോ അത് തിരഞ്ഞുപിടിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കാണണം, അല്ലെങ്കിൽ നാട്ടിൽ കണ്ടിരിക്കണം. അങ്ങനെ ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, പാർട്ടികളെ നോക്കിയാണോ വോട്ട് ചെയ്യുക, അല്ല വ്യക്തികളെ നോക്കിയിട്ടായിരിക്കും? പാർട്ടി ഒരു ഓപ്ഷനാണ്, അത് നോക്കണം. ആ പാർട്ടിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ ആരാണോ ആളെ വെച്ച് നോക്കുകയാണല്ലോ, അവരായിട്ട് നമ്മളൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു വികസനം നല്ല മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ പറയുന്ന രീതിയിലേക്ക് നമ്മളെ ആ ഒരു വ്യക്തിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്നലെ വോട്ടിന് ഇല്ല, ഞാൻ കഴിഞ്ഞ തവണ വോട്ട് ചെയ്താണ്. ഇത്തവണ പുതിയൊരാൾ വരണമെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുത്ത ആൾ തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? തെറ്റായി പോയെന്നൊന്നും തോന്നില്ല, എന്നാലും കുറച്ചുകൂടെ നന്നാക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ എല്ലാ കാര്യമായുള്ള ലീഡേഴ്സും എല്ലാ പാർട്ടിൻ്റെ ഇവിടെ കോഴിക്കോട് കുറ്റിച്ചിറ ഒന്ന് പ്രൊസസ്സുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യ മുന്നണിയാണ്. കാരണം അതിൽ പ്രഗത്ഭരായ ആളുകൾ പലരുണ്ട്. ഇനിയിപ്പോൾ അവിടെ എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ചെയ്യാണ്, എന്തൊക്കെ അഭിപ്രായങ്ങളാണെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ ഭൂരിപക്ഷം ലഭിക്കും, അധികാരത്തിൽ വരാനുള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴേ ഒരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. കോൺഗ്രസ് തന്നെ പറയുന്നില്ലല്ലോ. ഇപ്പോൾ ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദി ഒഴിവാക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങളാണ്. അല്ലാതെ മുന്നണിയോ ആ മുന്നണി പറയുന്നില്ല. അതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്തുള്ള പ്രധാനമന്ത്രി. എന്തായാലും നരേന്ദ്രമോദിക്ക് സെൻസ് ഇല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. വരാതെക്കാളുള്ള എല്ലാ പണികളും കോൺഗ്രസ് ശക്തമായിട്ട് നിന്നാൽ അതിൻ്റെ ഒപ്പം ഇടതുപക്ഷവും സഹായിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലടക്കം കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കണ്ടില്ലങ്ങൾ ഓരോന്ന് കാണുന്നത്, ഓരോ വടക്കേന്ത്യയിലും മറ്റേതും ഒക്കെ ന്യൂനപക്ഷ വിരോധമാണ്. പിന്നെ ഇപ്പോൾ ഒരു സിനിമയൊക്കെ ഒരു പ്രദർശനത്തിന് വന്നിട്ടുണ്ട്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം വിഭാഗത്തിനെ ഒരു മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ. അത് അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ പറഞ്ഞ മാതിരി കേട്ടിട്ടുണ്ട്. നമ്മളെ കേരളത്തിനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഒരു കരിപ്പട്ടികയിൽ പെടുത്തണം. ഈ തന്നെയാണ്, വേറെ എന്താണുള്ളത്? ഇവിടെ ലവ് ജിഹാദ്, ഈ അമിത് ഷാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഗതി ഇന്ത്യയിലില്ല എന്ന്. പിന്നെ ഇവർക്ക് എന്ത് കേരള സ്റ്റോറി ആയിട്ട് മുമ്പിൽ നടക്കേണ്ട ആവശ്യം? അതിൽ മെയിനായിട്ട് പറയുന്നത് അതാണല്ലോ, ഇവിടെ മുസ്ലിമുകൾ മതം മാറ്റി ഇങ്ങോട്ട് കൊണ്ടാന്ന്. ഇതൊരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു കഥ മറ്റേ കൊടുക്കട്ടൂര്, അത് കാണാൻ എത്ര ആളുകളുണ്ടാവും? നമ്മളെല്ലാം ഇതിനെ അനുകൂലിക്കില്ല. പ്രതിരോധം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ, കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ളതാണോ? BJP സർക്കാർ അധികാരത്തിൽ വരണം എന്നാണോ അഭിപ്രായം? തീർച്ചയായിട്ടും ഏത് ഗവൺമെൻറ് വന്നാലും BJP വരണം, കോൺഗ്രസ് വരണം, മറ്റുള്ളവർ വരണം എന്ന് പേഴ്സണലായിട്ട് ഞാനിപ്പോൾ തുറന്ന് പറയുന്നില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാലും ഏത് സർക്കാർ വന്നാലും നല്ല രീതിയിൽ നമ്മളുടെ കോഴിക്കോടിനെ എല്ലാ ഗവൺമെൻറ്റും അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. മോഡി അധികാരത്തിൽ വന്നാൽ നമ്മൾ തമ്മിൽ തീരും, ഉണ്ടാകും മൊത്തത്തിൽ അടിച്ചു പിരിയേണ്ടി വരും. ആ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല, കാരണം വർഗീയതാണ് മെയിനായിട്ട്. ഈ പ്രദേശത്തിൻ്റെയും കോഴിക്കോടിൻ്റെ മൊത്തവുമായിട്ടും വികസനത്തിന് വേണ്ടിയിട്ട് രണ്ട് മുന്നണിയും ഇവിടെ കോഴിക്കോടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP കോഴിക്കോട് അത്ര ഒരു ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ അവർക്ക് അത്ര അങ്ങോട്ട് തേരോട്ടമില്ല. എന്നാലും കേന്ദ്രത്തിൽ അവർ വരികയാണെങ്കിൽ സന്തോഷമാണ്. അത്രയും മനോഹരമായ പ്രദേശം, അതിലും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ. കുറ്റിച്ചിറ സമ്പന്നമാണ്. ക്യാമറമാൻ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.